Good morning, students. In this class, I am going to explain class 3 GS chapter 2 Animals and Plants. This is your chapter 2 Animals and Plants. Okay. In the first chapter, we are already studying about living and non-living things and what are the difference between living and non-living things. And in this chapter, we are going to study about animals and plants. Okay. So you take your text. Animals and plants. This is your chapter 2. Can you see the picture? You would have watched some wildlife programs on TV or read about animals and seen pictures from books. Can you recollect some information from them and fill in the columns in the below table? The first one has been done for you. അതായത് നിങ്ങൾ ടി വിയിലൊക്കെ ഈ ആനിമൽ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ക്യാൻ യു സീ ദിസ്? ദർ ഈസ് എ ടേബിൾ. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അത് വെച്ച് ഈ ടേബിൾ ഫില്ല് ചെയ്യുക, ഈ പിക്ചർ വെച്ചുകൊണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ deer. Deer eats leaves. First one has been done for you, that is deer eats leaves and move with legs, breathe using lungs. Young ones of deer is known as fawn. F-A-W-N, fawn. Okay, next one is tiger. Tiger eats meat and move with legs, breathes using lungs, and young ones of tiger is known as cub. Okay, third one fish. Fish eats, fish എന്താ കഴിക്കുന്നത്? സ്മോൾ ഇൻസെക്റ്റിനെയൊക്കെ കഴിക്കും അല്ലേ. ഫിഷ് ഈറ്റ്സ് സ്മോൾ ഇൻസെക്ട്സ് ആൻഡ് മൂവ് വിത്ത് ഫിൻസ്. ഓക്കെ, ആൻഡ് ബ്രീത്ത് using gills. Fish breathes through gills. Okay, and young ones of fish is known as fingerlings. Okay, അങ്ങനെ നിങ്ങൾ ആ ടേബിള് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ആക്ടിവിറ്റി ആൻഡ് സെൻഡ് ഇറ്റ് ടു മൈ പേഴ്സണൽ വാട്സപ്പ് നമ്പർ. നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുക. ഓക്കെ, we know that animals and plants are living things. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആനിമൽസും പ്ലാന്റ്സും എന്താണ്? ലിവിങ് തിങ്സ് ആണ്. ഓൾദോ they are living things and have similar characteristics, they differ in certain features. Let us learn more about plants and animals. Okay. In previous chapter നമ്മൾ പഠിച്ചതാണ് living things can grow, non-living things cannot grow, and living things can move, non-living things cannot move. അതായത് ലിവിങ് തിങ്സിന് മൂവ് ചെയ്യാൻ പറ്റും അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറ്റും. നോൺ ലിവിങ് തിങ്സിന് അത് പറ്റുമോ? ഇല്ല. നോൺ ലിവിങ് തിങ്സ് ഡു നോട്ട് മൂവ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അതാണ് പഠിക്കാനുള്ള മൂവ്മെന്റ്. ആനിമൽസ് മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. നമ്മൾ പഠിച്ചാണ് ആനിമൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാറുണ്ട്. ഫോർ വാട്ട്? they move one place to another in search of food and water, and also to escape from their enemies. അതായത് ആനിമൽസ് എന്തിനാണ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്? ആനിമൽസ് മൂവ് ഫ്രം വൺ പ്ലേസ് ടു place in search of food and water and escape from their enemies. അതായത് അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവയുടെ എനിമീസ്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ടാണ് ആനിമൽസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആനിമൽസ് മൂവ് from place to place in search of food and water and escape from their enemies. Okay.
ആനിമൽസ്. ലാൻഡ് ആനിമൽസ് എന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് ഡീർ, ഗോട്ട്, ജിറാഫ്, ഡോഗ്, ക്യാറ്റ് ഇതെല്ലാം എന്താണ് ലാൻഡ് ആനിമൽസ് ആണ്. എലിഫൻസ് ഇതെല്ലാം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ദ ആനിമൽസ് മൂവ് വിത്ത് ലെഗ്സ് അല്ലേ? ആനിമൽസ് ലെഗ്സ് കൊണ്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ആനിമൽസ് മൂവ് വിത്ത് legs. Okay. And birds have wings to fly. Birds എന്താണുള്ളത്? Wings ഉണ്ട് അല്ലേ? ബേർഡ്സിന് ചിറകുകളുണ്ട്. ആ ചിറകുകൾ ഉപയോഗിച്ചാണ് അവ പറക്കുന്നത്. സോ birds have wings. W-I-N-G-S. Wings. Birds have wings to fly. Wings എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകൾ. Okay, so birds have wings to fly and fish swim with the help of dash. Fish എങ്ങനെയാണ് വാട്ടറിലൂടെ സ്വിം ചെയ്യുന്നത്? ഫിഷ് swim with the help of fins. അല്ലേ? ഫിഷിനും ചിറകുകളുണ്ട്. ആ ചിറകുകൾക്ക് പറയുന്ന പേരാണ് fins. F-I-N-S. Okay. So fish swim with the help of fins. Okay. And snakes എങ്ങനെയാണ്? Snakes slide in their body. അതായത് അത് സ്ലൈഡ് ചെയ്യുകയാണ്. സ്നേക്സ് അവരുടെ ബോഡി സ്ലൈഡ് ചെയ്യുകയാണ്. സോ സ്നേക്സ് sliding their body. Okay, most of the land animals move with legs and birds have wings to fly. Next is fish. Fish swim with the help of fins and snakes slide in their body. Okay. Plants remain roots. നമ്മൾ പറഞ്ഞു plants എന്താണ് living thingsനകത്തുള്ളതാണ്. Plants remain rooted to one place but they move their body parts. അതായത് പ്ലാന്റ്സ് ലിവിങ് തിങ്സ് ആണ്, പക്ഷെ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ടോ? അവയുടെ ബോഡി പാർട്സ് ആണ് മൂവ് ചെയ്യുന്നത് അല്ലേ? പ്ലാന്റ്സിന്റെ ബോഡി പാർട്സ് ആണ് മൂവ് ചെയ്യുന്നത്. റൂട്ട്സ് മൂവ് ഇൻ സെർച്ച് ഓഫ് വാട്ടർ. അതായത് നമുക്ക് കാണാം ഈ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ഒക്കെ ഇങ്ങനെ വളർന്നു പോകുന്നത് കാണാം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ സെർച്ച് ഓഫ് വാട്ടർ. വാട്ടർ ഉള്ള സ്ഥലത്തേക്കാണ് ഈ പ്ലാന്റ്സിന്റെ റൂട്ട്സ് മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെം മൂവ് ടുവേർഡ്സ് സൺലൈറ്റ്. സ്റ്റെം എന്തിനെതിരെയാണ് മൂവ് ചെയ്യുന്നത്? സ്റ്റെം മൂവ് ടുവേർഡ്സ് സൺലൈറ്റ്. സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ്സിന്റെ സ്റ്റെംസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓൾ ലിവിങ് തിങ്സ് മൂവ്. എല്ലാ ലിവിങ് തിങ്സും മൂവ് ചെയ്യും. ഓക്കെ, okay, so birds fly with the help of wings and plants remain rooted to one place but their body parts move. Okay, next is food habits. ഫുഡ് ഹാബിറ്റ്സ്, അതായത് എല്ലാ ആനിമൽസും ഒരുപോലെയാണോ ഫുഡ് കഴിക്കുന്നത്? ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ് ആൻഡ് വാട്ടർ ടു ലീവ്. നമുക്കറിയാം എല്ലാ ലിവിങ് തിങ്സിനും എന്ത് വേണം? ഫുഡും വാട്ടറും വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ലീവ് ആൻഡ് ഗ്രോ. ഓക്കെ, ആനിമൽസ് ഈറ്റ് പ്ലാന്റ്സ് ആൻഡ് അതർ ആനിമൽസ്. ദിസ് ഈസ് ബിക്കോസ് ദേ കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ്. ഓക്കെ, അൺലൈക്ക് പ്ലാന്റ്സ്. അതായത് ആനിമൽസ് ഫുഡിന് വേണ്ടിയിട്ട് ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ, മറ്റുള്ള ആനിമൽസിനെയാണ് അവയുടെ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ കനോട്ട് മേക്ക് ദെയർ ഫുഡ്. അതായത് അവയ്ക്ക് അവയുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയത്തില്ല. ഓക്കെ, ആനിമൽസിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയത്തില്ല, പക്ഷേ പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആനിമൽസ് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവ മറ്റുള്ള ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഡീർ, ഹോഴ്സ് ആൻഡ് ഗോട്ട്സ് ഈറ്റ് പ്ലാന്റ്സ്. അതായത് ഡീർ, ഹോഴ്സ്, ഗോട്ട് ഇതെല്ലാം എങ്ങനെയാണ്? ദേ ഈറ്റ് ഓൺലി പ്ലാന്റ്സ്. പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആനിമൽസാണ് ഡീർ, ഹോഴ്സസ് ആൻഡ് ഗോട്ട്സ്. ഓക്കെ,
ആൻഡ് ലയൺസ് ആൻഡ് ടൈഗേഴ്സ് ഈറ്റ് അതർ ആനിമൽസ്. പക്ഷേ ലയൺസും ടൈഗേഴ്സും എങ്ങനെയാണ്? ദേ ഈറ്റ് അതർ ആനിമൽസ്. മറ്റുള്ള ഈ ആനിമൽസിനെയാണ് ലയൺസും ടൈഗേഴ്സും കഴിക്കുന്നത്. ഓക്കെ. ബീർസ്, മങ്കീസ് ആൻഡ് പീകോക്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അതായത് ബീർ, മങ്കീസ്, പീകോക്ക് ഇതൊക്കെ എങ്ങനെയാണ്? ദേ ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അവ പ്ലാന്റ്സും കഴിക്കും ആനിമൽസും കഴിക്കും. ഓക്കെ. വൾച്ചേഴ്സ് ഈറ്റ് ഡെഡ് ആനിമൽസ്. വൾച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകൻ അല്ലേ? അതെന്താണ് കഴിക്കുന്നത്? ദേ ഈറ്റ് ഡെഡ് ആനിമൽസ്. ഓക്കെ. മോസ്കിറ്റോസ് ആൻഡ് ലീച്ചസ് സക്ക് ബ്ലഡ്. മോസ്കിറ്റോസ് അതായത് കൊതുക്, അതുപോലെ തന്നെ ലീച്ച് എന്ന് പറഞ്ഞാൽ അട്ട. ഇത് രണ്ടും എങ്ങനെയാണ്? ദേ സക്ക് ബ്ലഡ് സക്ക് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പ്ലാന്റ്സ് മേക്ക് ദെയർ ഓൺ ഫുഡ് ഇൻ ദെയർ ലീവ്സ്. പ്ലാന്റ്സ് അവയുടെ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ദേ പ്രിപ്പയർ ദെയർ ഫുഡ് ഓൺ ദെയർ ലീവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ. ഓക്കെ. Plants prepare their own food with the help of sunlight, air and water. Okay. So, different animals eat different types of food. Okay. Animals that eat only plants. Examples for such animals are deer, horses and goats. Okay. They eat only plants. And in the case of lions and tigers, lion and tiger എങ്ങനെയാണ്? They eat other animals. They eat the meat of other animals. Bears, monkeys and peacocks, they eat both plants and animals. And vultures eat dead animals. Okay. Mosquitoes and leeches suck blood. Okay. Plants make their own food. Plants അവയുടെ ഫുഡ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. എങ്ങനെയാണ് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ദേ പ്രിപ്പയർ ദെയർ ഫുഡ് ഇൻ ദെയർ ലീവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്, എയർ ആൻഡ് വാട്ടർ. ഓക്കെ. So this much for today. You study well. We will meet in the next class. Thank you.